പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റാൻ പട്ടാമ്പിയിൽ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലുക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു മുഹമ്മദ് മൂസിൻ MLAയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. ഓരോ പഞ്ചായത്തുകളിലും സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ വിശദീകരിച്ചു. പൊതുയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ തന്നെയായിരുന്നു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. ഭാഗത്തുനിന്ന് 6 മരങ്ങൾ വളരെ അടിയന്തരമായി വെട്ടിമാറ്റേണ്ടതുണ്ട്. അതിൽ തന്നെ KSEB ഉൾപ്പെടെ പരാതികൾ നൽകുന്ന അമ്പലനട, ചെക്ക് പോസ്റ്റ്, മൂച്ചിത്തറ ഭാഗത്തുള്ള വലിയ ഭീഷണി, അത് പൊട്ടി വീണാൽ KSEBക്ക് വലിയ സാമ്പത്തിക നഷ്ടവും വലിയ അപകടമൊക്കെ വരും. അതുപോലെ തന്നെയാണ് വേറെ 3 സ്ഥലത്തിൽ, ഒന്ന് ഇങ്ങോട്ട് കാളഞ്ചിറ അങ്കരവാടി ഭാഗത്ത് പീഠക്കുഴി റോഡിലൊരു മരം, അങ്കരവാടിയും കടകളും ബസ് സ്റ്റോപ്പ് എല്ലാം കൂടിയ സ്ഥലം. അപ്പൊ വലിയ ഭീഷണിയാണ്. കാരണം 6 മരങ്ങൾ പീഠക്കുഴിയുടെ ഭാഗത്ത് വളരെ അടിയന്തരമായി വെട്ടിമാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഇതിനൊപ്പം. മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലുക്കലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി യോഗത്തിൽ അറിയിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ക്യാമ്പ് തുറക്കേണ്ട അവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മഴ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു വിഷയം, നമുക്ക് PWD റോഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ അത് മുറിച്ചു മാറ്റാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൽ വരുന്ന പരാതികളും അതേപോലെ പഞ്ചായത്ത് റോഡിലുള്ള മരങ്ങളൊക്കെ തന്നെ ഞങ്ങള് പഞ്ചായത്ത് തീരുമാനം എടുത്തുകൊണ്ട് മുറിച്ചു മാറ്റുന്നുണ്ട്. കൊപ്പം ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു. പിന്നെ അതുപോലെ കറുതലക്കുന്ന് 6ാം വാർഡിന്റെ 8ാം വാർഡിന്റെ പ്രദേശം, ഈ പ്രദേശത്താണ് നമ്മൾ മണ്ണിടിച്ചിൽ ഭീഷണി സാധാരണ ഉണ്ടാവാറ്. മഴ കണക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ അവിടെ സംയുക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ താലൂക്ക് വികസന സമിതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഭീഷണി നേരിട്ട ഒരു 4 കുടുംബങ്ങളുണ്ട്. ഇവിടെ പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശം, അവര് വലിയ ഭീഷണി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ മണ്ണിടിഞ്ഞ് ഒരു 50 അടിയിലധികം കാഴ്ചയുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ അനന്തരമായ നടപടി എടുത്തില്ലെങ്കിൽ വലിയ ഭീഷണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ആവശ്യപ്പെട്ടത്. പാലത്തിന്റെ അടുത്ത് വലിയൊരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് PWD ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ഹോൾ ഇതുവരെ അടയ്ക്കാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ 1-2 കുറച്ച് കോഴി വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട്, പക്ഷെ അത് പോരാ. അതേപോലെ തന്നെ ഹൈസ്കൂളിന്റെ മുന്നിൽ, വെളിയൊരു ഹൈസ്കൂളിന്റെ മുന്നിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ചീനിമരം. അപ്പൊ കഴിഞ്ഞ താലൂക്ക് സമിതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചീനിമരം വീണ് കഴിഞ്ഞാല് വലിയ പ്രയാസമാണ് സ്കൂൾ കുട്ടികളും. പിന്നെ അതിന്റെ പുറത്ത് കൂടെ കുറെ ലൈനും ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നുണ്ട്. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ യോഗത്തിൽ ധാരണയായി. ജില്ലാ കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മരം മുറിച്ചു മാറ്റാൻ, ഏറ്റവും അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ ട്രീ കമ്മിറ്റി കൂടി പഞ്ചായത്തിന് സ്പെഷ്യൽ പ്രൊവിഷൻ ഫണ്ട് വെച്ചുകൊണ്ട് മുറിച്ചു മാറ്റാം. അതിന്റെ പുറമെ ജില്ലയിൽ DDMAയുടെ കീഴിൽ വളരെ കുറച്ച് ഫണ്ടേ ഉള്ളൂ, അതിലും കുറിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പരിമിതിയുണ്ട്. ആ ഫണ്ട് കിട്ടാനുള്ള സമയവും വളരെ കുറഞ്ഞ ഫണ്ട് ഉള്ളത്. അപ്പൊ പഞ്ചായത്ത് തലത്തിൽ തന്നെ അങ്ങനെ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ മരം മുറിച്ചു മാറ്റാൻ പറ്റും. ട്രീ കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിക്കാം. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉണ്ട്. പിന്നെ പഞ്ചായത്ത് രാജ് വെച്ചുകൊണ്ട് അതിന് ഫോറസ്റ്റിൽ നിന്ന് അനുമതി കിട്ടാനും വാല്യുവേഷനും വേണ്ടി കാത്തു നിൽക്കണ്ട. ഏറ്റവും അപകടമായിട്ടുള്ളത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറിക്കാം. ഡെപ്യൂട്ടി കളക്ടർ P ജയകുമാർ, തഹസിൽദാർ ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.